എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറൽ കൊറിയാണ്ടർ ലെമൺ ന്യൂഡിൽസാണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ന്യൂഡിൽസിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മസാലകളൊന്നും വേണ്ട, ജസ്റ്റ് ഈ ന്യൂഡിൽസ് ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്കാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് വെന്തുടഞ്ഞ് പോകാതെ തന്നെ നമുക്കിത് ഇതിൽ നിന്ന് തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റി അത് മാറ്റി വെക്കണം. അപ്പോൾ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിയില്ലാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വേവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അത് കോരി മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളൊരു അരിപ്പ കയ്യിലേക്ക് മാറ്റി വെച്ചാലും ഊറ്റി മാറ്റി വെച്ചാലും മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. ആ മസാലയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ ആദ്യം ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പായിരിക്കും തന്നെയാണ് വിചാരിച്ചത്. ബട്ട് എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് അതും, ഒരു 3-4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് അതും, അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മാഗിയിൽ ഓൾറെഡി പാക്കറ്റ് മസാല ഉണ്ടാവുമല്ലോ, ആ 2 പാക്കറ്റ് മസാല ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര പാക്കറ്റാണോ എടുക്കുന്നത് അത്രയും പാക്കറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പാക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് 2 പാക്കറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് സോയാ സോസ് ഒഴിക്കുക. പിന്നെ നമുക്കൊരു തവിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ എന്തിലായിക്കോട്ടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ന്യൂഡിൽസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അതും മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ് വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് മിക്സായി കിട്ടില്ല. നമ്മൾ നൂഡിൽസ് നുറുക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ വേവിച്ചിട്ട് അതിങ്ങനെ 2 ഫോർക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ആക്കിയിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് മസാല പിടിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. മസാല നല്ല രീതിയിൽ പിടിച്ചാലാണ് ഈ ഒരു നൂഡിൽസിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നൂഡിൽസ് കഴിച്ചാലും ഇങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ടേസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ. ഇത് അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോനായാലും കകയായാലും എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും ഉണ്ടാക്കി നോക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അത് ഇപ്പോൾ ചില കുട്ടികൾക്ക് നാരങ്ങയുടെ നീരൊന്നും ഇഷ്ടാവില്ലെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് റെഡിയാണ് കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ കൊറിയാണ്ടർ ലെമൺ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമ്മളുടെ ലൈവ് വീഡിയോസും അതേപോലെ ഷോർട്സും ലോങ് വീഡിയോസും എല്ലാം നിങ്ങൾ കാണണം. അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.